ഹായ് ഓൾ, എന്തൊരു വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഫേസ്ബുക്കിൽ ഓൾറെഡി ആക്റ്റീവ് ആൾക്കാരാണോ? അതോ സി എം ടൂൾ ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ ഓൾറെഡി സി എം ടൂൾ ഓപ്പൺ ആയതിനു ശേഷം ഏൺ ചെയ്യുന്നവരാണോ? ഏതിൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണാം, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ സി എം ടൂൾ ഓപ്പൺ ആവാൻ വേണ്ടിയും ഓപ്പൺ ആയതിനു ശേഷവും ഞാൻ ഈ പറയുന്ന തെറ്റുകൾ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ, കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആവണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ലോസ്റ്റ് ആയി പോകാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അടുത്തുള്ള പോസ്റ്റുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് മ്യൂസിക് കോപ്പിറൈറ്റ് ഇഷ്യൂ. ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ബ്ലാക്ക് ലിസ്റ്റിലാവാനും ഓൾറെഡി മോണിറ്റൈസേഷൻ ടൂള് ഓപ്പൺ ആണെങ്കിൽ സസ്പെൻഡിലാവാനും ഒരു പക്ഷേ നമ്മളിന്നത് നഷ്ടപ്പെട്ടു പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ മ്യൂസിക്കുകൾ ആഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഫേസ്ബുക്ക് ഓൾറെഡി നമ്മളോട് പറയുന്നുണ്ട്, കഴിഞ്ഞ അപ്ഡേറ്റുകളായിട്ട് പറയുന്നുണ്ട്, മ്യൂസിക് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ കണ്ടന്റുകൾ, നിങ്ങളുടെ ക്രിയേഷൻസ്, അത് ഇമേജസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലുള്ള വീഡിയോസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി എഴുതാൻ അറിയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എഴുതാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ മ്യൂസിക് ഒന്ന് ആഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ കണ്ടന്റുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റല്ല, അതുകൊണ്ട് തന്നെ അതിൽ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളിടാൻ പോകുന്ന പോസ്റ്റ് അതൊരു ഫോട്ടോ, അതിൽ മ്യൂസിക് ആഡ് ചെയ്യാതെ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് മാറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കുമ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് കിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. പക്ഷേ അത് നിങ്ങൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യാമെന്നും അതെങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ കൂടുതലായിട്ട് കാണാം. ഈ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരികയില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് അങ്ങനത്തെ വീഡിയോകൾ മാക്സിമം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ പറയാം നിങ്ങളുടെ ഒറിജിനലായിട്ടുള്ള കണ്ടന്റ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഫേസ്ബുക്കിന് നിങ്ങൾ വീഡിയോസ് വേണം, ആ വീഡിയോസിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെന്നോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും മ്യൂസിക്കുകൾ ആഡ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഒറിജിനലായിരിക്കണം, നിങ്ങളുടെ കണ്ടന്റുകൾ എപ്പോഴും ഒറിജിനലായിരിക്കണം. അതിനായിട്ട് ഇന്ന പുതിയ ചേരുവകൾ ചേർക്കണമെന്നൊന്നും ഒരിക്കലും ഫേസ്ബുക്ക് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് മാത്രം നിങ്ങൾ അതിലിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ, മ്യൂസിക്കിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒരിക്കലും വരില്ല. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് വേണ്ട, എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഓൺ വോയിസിലുള്ള വീഡിയോസ് ചെയ്യുക. നിങ്ങൾ ഓൺ വോയിസിൽ ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ എൻ്റെ സ്വന്തം ഓൺ വോയിസിലാണ് ചെയ്യുന്നത്, സ്വന്തം ഒറിജിനൽ വോയിസിലാണ് ചെയ്യുന്നത്. അങ്ങനത്തെ വീഡിയോസ് ചെയ്താൽ മതി. ഞാൻ അഥവാ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റോയൽറ്റി ഫ്രീ മ്യൂസിക്കുകളുണ്ട്, അത് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം വോയിസിൽ ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം കണ്ടന്റുകൾ, ഒറിജിനൽ കണ്ടന്റുകൾ മാത്രം ഫേസ്ബുക്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം റീച്ച് തരും. കാരണം നിങ്ങൾ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള നെക്സ്റ്റ് പോയിന്റ്, നമ്മുടെ ഫേസ്ബുക്കിന് ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും മീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് കുറേ ടേംസുകൾ, കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. അതിൽ 3 കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഏകദേശം വയലേഷൻ, ഹറാസ്മെൻറ്റ്, അസാൾട്ട് പോലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. മാക്സിമം അത് പാട് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സി എം ടൂൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനും ആക്റ്റീവ് ആവാത്തവർക്ക് ആക്റ്റീവ് ആവാനും വന്ന സി എം ടൂള് ക്യാൻസൽ ആവാതിരിക്കാനും, അതായത് സസ്പെൻഡ് ആവാതിരിക്കാനും, ചിലപ്പോൾ ലോസ്റ്റ് ആവാൻ തന്നെ ചാൻസ് ഉണ്ട്, അതൊന്നും വരാതിരിക്കാനും ചാൻസ് ഉള്ളൂ. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാർ ആരെങ്കിലും ഒരു പട്ടീനെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തെയോ കല്ലൊക്കെ എറിയുന്ന ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മളെടുത്ത് ഇട്ടാലും ഒരു പക്ഷേ നമ്മൾ നല്ല രീതിയിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഫേസ്ബുക്ക് ചിലപ്പോൾ ഇത് എടുക്കുക വേറെ രീതിയിലായിരിക്കും. കാരണം മൃഗങ്ങളെ അസാൾട്ട് ചെയ്യുന്ന, ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് ചിലപ്പോൾ അത് കണ്ടിട്ടാകുമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസൊന്നും നിങ്ങൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോസൊന്നും ഇടരുത്. ഒരു പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രതികൂലിച്ചുകൊണ്ടോ ഉള്ള വീഡിയോകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക.
കാരണം ഇപ്പോൾ ഇലക്ഷൻ സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസ് ഒന്നും മാക്സിമം ഇടാതിരിക്കുക. കാരണം പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ടായിരിക്കും ഫേസ്ബുക്ക് അതിനെ കണക്കാക്കുക. അപ്പോൾ അതിന് അവർ മിക്കവാറും പ്രൊഫൈൽ ഇഷ്യൂസ് ഉണ്ടാക്കും. പ്രൊഫൈൽ ഇഷ്യൂസ് വന്നറിയാലോ, സി എം ടൂള് സസ്പെൻഡ് ആവും, ചിലപ്പോൾ നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏർണിങ്സ് എല്ലാം വളരെയധികം തകരാറിലാവും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഹാരാസ്മെൻറ്റ് പറഞ്ഞ അസാൾട്ട്, ഇപ്പോൾ ഒരു കുട്ടീനെ അടിക്കുന്നോ അല്ലെങ്കിൽ വളരെ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ അടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക. നമ്മൾ നല്ല രീതിയിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടാവുക, പക്ഷേ ഫേസ്ബുക്ക് അതിന് എടുക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ വീഡിയോസൊക്കെ ഒഴിവാക്കുക. അതുപോലെ ഈ ആക്സിഡൻറ്റ് വീഡിയോസ്, അതുപോലെ ആരെങ്കിലും ചീത്ത പറയുന്ന വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ നല്ല രീതിയിലായിരിക്കും ചിലപ്പോൾ എടുത്തിടുന്നുണ്ടാവുക. അതൊന്നും ഇടാതിരിക്കുക. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ തന്നെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പ്രൊഫൈലിൽ ചെന്നിട്ട് പേഴ്സണലായിട്ടോ ഇൻബോക്സിൽ ചെന്നിട്ടോ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഫോളോ ചെയ്യൂ, നമ്മുടെ പ്രൊഫൈലിൽ ലൈക്ക് ചെയ്യുമെന്ന് ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക. അത് ഫേസ്ബുക്കിൻ്റെ നിയമങ്ങൾക്കെതിരാണ്. കാരണം ഫേസ്ബുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് അവർ പ്രൈവസിയെ കൈകടത്തുന്ന രീതിയിൽ എന്നെ ഫോളോ ചെയ്യൂ, ഇൻബോക്സിൽ പോയിട്ട് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, എന്നെ ഫോഴ്സ്ഫുൾ ചെയ്യിക്കൂ, അങ്ങനെ പറയാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് കുറേ അധികം ലോസുകളുണ്ട്. അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഫേസ്ബുക്ക് അതിനെടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേഴ്സണലായിട്ട് ചെന്നിട്ട് നമ്മളെ റിക്വസ്റ്റ് ചെയ്യുക, ഫോളോ ചെയ്യുമെന്ന് പറയുക, അങ്ങനെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് അവരെ പോയിൻ്റ് ഔട്ട് ഇത് ചെയ്യുന്ന പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ പ്രൊഫൈൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു പബ്ലിക് പോസ്റ്റ് ഇടാം. ആ പബ്ലിക് പോസ്റ്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇഷ്യൂസ് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടല്ല നമ്മൾ റിക്വസ്റ്റ് പറയുന്നത്. അത് ഒരു കോമൺ ആയിട്ട് ഇടുന്ന പോസ്റ്റാണ്. അതുകൊണ്ട് നമുക്കതിന് വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂസ് വരില്ല. കാരണം ഒരാൾ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ടിയും മാത്രം ഒരു ഇൻബോക്സിൽ ചെന്ന് പ്രൊഫൈലിൽ കയറിയിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് അത് പ്രൊഫൈലിൻ്റെ, അതായത് ഫേസ്ബുക്കിൻ്റെ റൂൾസിനെതിരായിട്ട് മാറുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള ഡ്യൂപ്ലിക്കേറ്റ് പോസ്റ്റുകൾ, അത് നമ്മൾ ചെയ്യാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഫേസ്ബുക്ക് സുക്കർബർഗ് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂൾസൊക്കെ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും ഈ കോപ്പിറൈറ്റിലാണ് വരുന്നത്. മ്യൂസിക് കോപ്പിറൈറ്റ് അല്ല, ഇത് വേറെ കാറ്റഗറിയാണ്. ഓക്കെ, അത് വലിയൊരു സംഭവമാണ്. അത് ഇതിനായിട്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോപ്പി പേസ്റ്റ് സാധനങ്ങൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ പ്രൊഫൈൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാക്കും. വളരെ സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഇഷ്യൂ വരാനും CM ടൂള് സസ്പെൻഡ് ആവാൻ ചിലപ്പോൾ നഷ്ടപ്പെടാനും വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ദയവായി ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടാവുന്ന എല്ലാ വഴികളും നിങ്ങൾ അടയ്ക്കുന്ന ഒരു രീതിയിലായിരിക്കും ഇത് പോകുക. അതുകൊണ്ട് ആ ഫേസ്ബുക്കിൻ്റെ ആ റൂൾ പ്രകാരമായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരാളുടെ കണ്ടന്റ് എടുത്ത് അതേപോലെ കോപ്പി അടിച്ച് കട്ട് ചെയ്യുന്ന പരിപാടി നിർത്തുക. കാരണം അങ്ങനെ ചെയ്താൽ പിന്നാലെ പണി എന്തായാലും വരും. അത് ശരിയായ രീതിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഫേസ്ബുക്കിന് വേണ്ടത് ഒറിജിനലായിട്ടുള്ള കണ്ടന്റാണ്. അതൊരിക്കലും നിങ്ങൾ കോപ്പി ഇടില്ല ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും ഡിറ്റക്ട് ചെയ്യും. കാരണം ഇതുണ്ടാക്കുന്ന ആൾക്കാർ ഓൾറെഡി ഇത് പ്രൈവറ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓൾറെഡി കൊടുക്കുന്നുണ്ടാവും. കാരണം ഫേസ്ബുക്കിൽ തന്നെ ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്, അവരുടെ സ്വന്തം കണ്ടന്റുകൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓൾറെഡി അവരെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെന്തായാലും ഓണാക്കി വയ്ക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഇഷ്യൂസ് വരും, CM പ്രശ്നങ്ങൾ വരും. പിന്നെ അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പ തന്നെയാണ്. വളരെ ബിഗ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നടക്കില്ല എന്നല്ല, വളരെയധികം ബുദ്ധിമുട്ടുണ്ട് വരും. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെള്ളത്തിൽ വരച്ച് വര പോലെ ആവുമെന്ന് പറയില്ലേ, അതുപോലെ പോകും. അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റുകൾ ചെയ്യാതിരിക്കുക, മറ്റുള്ള കോപ്പി ചെയ്യാതിരിക്കുക. നമ്മളെ സ്വന്തം കണ്ടന്റുകൾ ഓൺ വോയിസിൽ നിങ്ങൾ ചെയ്തിടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് വളരെ വലിയ ലെങ്ത് വീഡിയോകൾ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, ചെറിയത് ഇട്ടാൽ മതി. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം വീഡിയോ, സ്വന്തം കണ്ടന്റ്, സ്വന്തം ഓൺ വോയിസിൽ ചെയ്യുന്ന കണ്ടന്റുകൾ ചെറിയ റീച്ച് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ കൂടിയും പിന്നീട് നമുക്ക് മോണിറ്റൈസേഷൻ ഓണായി വരും, അല്ലെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടും. അത് ഓട്ടോമാറ്റിക് കിട്ടും. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ സമയമെടുത്ത് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റുകളിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതിൻ്റേതായിട്ടുള്ള ഗുണം നമുക്കുണ്ടാവും. അപ്പോൾ ഈ വലിയൊരു പോസ്റ്റിനേക്കാളും ഗുണം ചെയ്യും ചെറിയൊരു പോസ്റ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കണ്ടന്റ് മാത്രം ഫേസ്ബുക്കിൽ ഇടാൻ ശ്രമിക്കുക. കൂടുതലായും നിങ്ങളുടെ ഫോണിൽ നിങ്ങളെടുത്ത ക്യാപ്ചർ ചെയ്ത വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങളുടെ ഓൺ വോയിസിൽ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ട് ട്രാൻസിഷൻസൊക്കെ കൊടുക്കുക. ഓവറായിട്ട് കൊടുക്കാതെ നല്ല കേച്ചായിട്ടുള്ള ട്രാൻസിഷൻ കൊടുക്കുക, കേച്ചായിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇതൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുക. ഈ ഇമേജും ഫോട്ടോസൊക്കെ അല്ലെങ്കിൽ
റൈറ്റിങ്സൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കയറി നോക്കാം. ബേസിക് സ്റ്റെപ്പുകൾ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് കയറി നോക്കാം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കണ്ടൻസിനോ അല്ലെങ്കിൽ കണ്ടൻറ്റുകൾക്കോ പോസ്റ്റുകൾക്കോ വീഡിയോസിനോ റീച്ച് കുറവാണെന്ന് കരുതിയിട്ട് ഒരിക്കലും ഷോർട്ട് കട്ടിലൂടെ ഒരു വിജയം നേടിയെടുക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അധിക നാൾ നിലനിൽക്കില്ല. ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, നല്ല ഏണിങ്സ് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരിക്കലും ഷോർട്ട് കട്ട് യൂസ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുമല്ലോ, ആരറിയാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കാളും വലിയ ബുദ്ധിമാനാണ് സുക്കൂർ ഭായി. ആൾക്കിത് എന്തായാലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വെയിറ്റിംഗ് ലിസ്റ്റിലിടും, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, വെയിറ്റിംഗ് ലിസ്റ്റിലിടും, പ്രശ്നങ്ങളുണ്ടാകും. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൾറെഡി വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നുള്ളവരാണെങ്കിൽ നമ്മളടുത്ത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ പെൻഡിങ് ആവാനോ ഡിലേ ആവാനോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളവർക്ക് സസ്പെൻഡ് ആവാനോ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യരുത്. മാക്സിമം നിങ്ങളുടെ തന്നെ കണ്ടന്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാനിത് വീണ്ടും പറയാൻ കാരണം ഇതുപോലുള്ള ഫ്രണ്ട്സിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻറ്റോ അല്ലെങ്കിൽ കോപ്പി അടിച്ച കണ്ടൻറ്റോ കട്ട് കൊണ്ടുവരുന്ന കണ്ടൻറ്റുകളൊന്നും ഇടാതിരിക്കുക. അത് നിങ്ങളെ വളരെ നല്ല രീതിയിൽ ബാധിക്കും. നിങ്ങളുടെ പ്രൊഫൈലിലാണെങ്കിലും ഏർണിങ്സിനാണെങ്കിലും എന്തായാലും ക്യാച്ച് ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മൾ കൺസിസ്റ്റൻ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, മടിക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. എന്തായാലും നിങ്ങൾക്ക് സിം ഓപ്പൺ ആവും. ഓൾറെഡി സിം ഓപ്പൺ ആവുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരുത്തിയപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കൂടുതൽ ഏർണിങ്സ് കിട്ടും. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങളും മറ്റ് ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എനിക്കൊരു ലൈക്കൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ പ്രൊഫൈലൊന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഞാൻ ഇനിയും നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളാണ് എന്നുണ്ടെങ്കിൽ, എനിക്കറിയാത്ത എന്തെങ്കിലും അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി വലിയൊരു ടോപ്പിക്കാണ് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നന്നായി റിസർച്ച് ചെയ്ത് അതൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരാം. അത് ഞാൻ കയ്യിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നല്ല CM ഒക്കെ ഓപ്പൺ ആവാത്തവർക്ക് ഓപ്പൺ ആവട്ടെ, നല്ല രീതിയിൽ ഏർണിങ്സുകൾ കിട്ടട്ടെ, നമുക്ക് നല്ലൊരു സൈഡ് ഇൻകം ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും വരും. പിന്നെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.